അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇനോഡ സർവീസിന് വന്നിട്ടുണ്ട്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പരമായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ചെറിയൊരു നോയ്സ് എന്നൊരു നോയ്സും വരും. അതുകൂടെ തന്നെ ആ ചവിട്ടും തോറും ആ ഒരു പെഡലിൻ്റെ ഹാർഡും വരും. ആണ് കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ്. നേരത്തെ നമ്മൾ റെഗുലർ സർവീസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്, സർവീസ് ചെയ്ത് പോയതുമാണ്. അതിന് ശേഷമാണ് പിന്നെ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഇതിനകത്ത് വരുന്നത്. ഒരു മെയിനായിട്ട് വരുന്നത് നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഒരു എന്നൊരു സൗണ്ടോട് കൂടിയിട്ട് അത് ബ്രേക്ക് പെഡൽ ഹാർഡാവും. കംപ്ലയിൻറ്റ് വന്നിട്ട് ബ്രേക്ക് ബൂസ്റ്റർ തന്നെയാണ്. നേരത്തെ കംപ്ലയിൻ്റ് ഇല്ല, ഇപ്പോഴാണ് അവർക്ക് ആ ഒരു കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഫീൽ ചെയ്തപ്പോൾ തന്നെ കൊണ്ടുവന്നു. ചെറിയൊരു മൈന്യൂട്ട് കംപ്ലയിൻ്റ് ആണ്, വന്ന് തുടങ്ങിയിട്ടുള്ളൂ, തുടക്കമാണ്. ഫുള്ളായിട്ട് ബൂസ്റ്റർ പോയിട്ടില്ല. ആ തുടക്കത്തിൽ തന്നെ വന്നപ്പോൾ അവർക്ക് ബ്രേക്ക് ഡൗൺ, അതുപോലെ തന്നെ ബ്രേക്ക് കിട്ടാത്തൊരു വലിയൊരു അവസ്ഥയിൽ നിന്ന് ചെറിയൊരു രീതിയിൽ കൊണ്ടുവന്ന് നമ്മളത് ബ്രേക്ക് ബൂസ്റ്റർ മാറ്റി അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ബൂസ്റ്ററിൻ്റെ ഫോൾട്ടാണ് ഇത് വരുന്നത്. ഈ ഇങ്ങനെ ഒരു സൗണ്ടും അതുപോലെ ബ്രേക്ക് സംബന്ധമായിട്ട് ഹാർഡ് എന്നൊരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ബൂസ്റ്ററിൻ്റെ മാത്രമേ കംപ്ലയിൻറ്റ് വരുള്ളൂ. പിന്നെ ബ്രേക്ക് MC-യുടെ കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെഡലിൽ കാല് വെച്ച് കഴിഞ്ഞാൽ പെഡൽ അങ്ങനെ ഇറങ്ങി പോകും. ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് MC ആയിരിക്കും. അതുപോലെ ഹാർഡാകുന്ന കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ബൂസ്റ്റർ ആയിരിക്കും. എന്നാലും നമ്മളിപ്പോൾ ബ്രേക്ക് ബൂസ്റ്റർ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. കംപ്ലയിൻറ്റ് പക്ക സോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. എന്തായാലും നമുക്കൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നേരത്തെ കംപ്ലയിൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിച്ച് പോയിട്ട് നമ്മൾ കാലിങ്ങനെ പയ്യെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ് എന്നൊരു സൗണ്ട് വന്നിട്ട് ഫുള്ള് ബ്രേക്ക് ഹാർഡാവും. അത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അതില്ല. ഇനിയിപ്പോൾ ഒന്ന് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റണ്ണിങ്ങിൽ പോകുമ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സൗണ്ടോട് കൂടിയിട്ട് ഗസ് എന്നൊരു സൗണ്ടോട് കൂടിയിട്ട് വണ്ടി അങ്ങനെ ബ്രേക്ക് ഭയങ്കര ഹാർഡാവും. ആ ഒരു കംപ്ലയിൻ്റാണ് മെയിനായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് നേരത്തെ. എനിക്ക് അതിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റിയില്ല. ആ ഒരു സൗണ്ടും നമുക്ക് അകത്തിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഗസ് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കും. ചവിട്ടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ഹാർഡായി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വരാനില്ല. ബ്രേക്ക് ബൂസ്റ്ററിനോ കംപ്ലയിൻറ്റ് മാത്രമേ വരുള്ളൂ ഈ ഒരു ഫോൾട്ടിൽ. അപ്പോൾ ആ ബ്രേക്ക് ബൂസ്റ്റർ നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്. മാറിയതിന് ശേഷം ആ ഒരു സൗണ്ട് പക്കയായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം ആ വർക്കിംഗ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ടൊയോട്ടയുടെ ഒറിജിനൽ തന്നെയാണ്. അത് നമുക്ക് TVS-ൻ്റെ മേക്കിലും കിട്ടുന്നുണ്ട്. TVS-ൻ്റെ മേക്കാവുമ്പോൾ നമുക്കത് ഏകദേശം 4000 ചില്ലാൻ രൂപ വരുന്നുണ്ട്. ഒറിജിനലിന് 6000 ചില്ലാൻ രൂപ വരുന്നു. അപ്പം നമ്മൾ ഒറിജിനൽ പാർട്സ് തന്നെ ഇതിനകത്ത് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി പക്ക ക്ലിയർ ആണ്. നമുക്ക് ചവിട്ടുമ്പോഴെല്ലാം പക്കയാണ്. 2006 മോഡൽ വണ്ടിയാണെന്നുണ്ടെങ്കിലും കസ്റ്റമർ പക്ക ജെന്യൂൻ ആണ്. അതുപോലെ തന്നെ വണ്ടി അതുമാതിരി പക്ക നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. ഇപ്പോൾ ഔട്ടറിൽ വേറെ അക്സസറീസോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കസ്റ്റമർ ചെയ്തിട്ടില്ല. പക്ഷേ ആ 2006 മോഡൽ വണ്ടി ഇപ്പോഴും ആ ഒരു പുതുമ ജെന്യൂനിറ്റി ഇപ്പോഴും ഈ വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രേക്ക് ബൂസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നെ വൈപ്പറിൻ്റെ ലിങ്കേജ് നമ്മൾ അഴിച്ചപ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതടക്കം എല്ലാം നമ്മൾ ഒറിജിനൽ ടൊയോട്ടയുടെ OE പാർട്സ് തന്നെ ഇട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ അത്രയും ജെന്യൂനിറ്റിയാണ്. വണ്ടി എങ്ങനെ ആ ഒരു ജെന്യൂനിറ്റിയിൽ കൊണ്ടുപോകണം ആ രീതിക്ക് തന്നെ കസ്റ്റമർ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്യുമ്പോഴും ഇതിൽ വാൾക്കർ പാക്കിങ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതും എല്ലാം A to Z പാർട്സ് നമ്മൾ ഒറിജിനൽ പാർട്സ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ക്ലച്ച് മാത്രം ലൂക്കിൻ്റെ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒറിജിനൽ പാർട്സ് ഇട്ടിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഏകദേശം ഒരു 50-55,000 രൂപയുടെ വർക്കൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ വണ്ടി തന്നെയാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള വണ്ടി തന്നെയാണ്. എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, അതുപോലെ തന്നെ വാൾക്കർ പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് സോൾവ് ചെയ്താണ്. പിന്നെയാണ് ഇപ്പോഴാണ് ഈ ബ്രേക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നത്. ആൾക്ക് കോയമ്പത്തൂർ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് അങ്ങനെ ഒരു അനുഭവപ്പെട്ടു. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് വന്നത്. അപ്പോൾ ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ കിട്ടി കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാല് ബ്രേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ ആ ബ്രേക്ക് പക്ക ഹാർഡ് മരം പോലെ ആവുകയാണ്. ബ്രേക്ക് ബൂസ്റ്റർ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഡയഫ്രം എവിടെയോ ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഉള്ളിൽ വരുന്ന ഡയഫ്രത്തിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു സൗണ്ടും ആ ഒരു കംപ്ലയിൻറ്റും വരുന്നത്. അപ്പോൾ റിപ്പയറബിൾ അല്ല. പിന്നെ 2006 മോഡൽ വണ്ടിയാണല്ലോ, ഇത്രയും വർഷങ്ങളായി. അത് 10-18 വർഷത്തോളം ആയല്ലോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും അത് കംപ്ലയിൻറ്റ് തന്നെയാണ്, അത് റിപ്പയറബിളും അല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഇത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലയിൻറ്റ് പക്ക സോൾവ് ആണ്. നിങ്ങൾക്ക് ഇതുപോലെ വണ്ടിയിൽ ഏതെങ്കിലും ഈ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ചില സാഹചര്യങ്ങൾ വീക്കായി തുടങ്ങുന്ന സമയങ്ങളിൽ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നൊരു സൗണ്ട് മാത്രം ഉണ്ടാകും. പക്ഷേങ്കിൽ ബ്രേക്ക് ഹാർഡാവില്ല. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓടിക്കുക. അത് ഈ സൗണ്ടോട് കൂടിയിട്ട് ബ്രേക്ക് ഹാർഡാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബ്രേക്ക് ബൂസ്റ്റർ മാറ്റുക. അതിൻ്റെ കൂടെ ബ്രേക്ക് MC മാറ്റേണ്ട ആവശ്യമില്ല. ബ്രേക്ക് MCയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ചവിട്ടുമ്പോൾ പെഡൽ ഇറങ്ങി പോകുന്നല്ലാതെ ഈ ഒരു ഹാർഡ്നെസ്സിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ബ്രേക്ക് ബൂസ്റ്ററിന് വരില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ബൂസ്റ്റർ മാത്രം മാറ്റിയാൽ മതി. അതിൻ്റെ ഒപ്പം നിങ്ങൾ MC മാറ്റേണ്ട ആവശ്യമില്ല.
എന്താ വെച്ചാൽ ടൊയോട്ടയുടെ പാർട്സ് ഒന്നും അങ്ങനെ അത്രയും പെട്ടെന്നൊന്നും പോവില്ല. നമ്മളിപ്പോൾ ഒരെണ്ണം മാറ്റുമ്പോൾ അതിന് സംബന്ധമായിട്ടുള്ള പാർട്സ് മാറ്റണമെന്ന് ഒരു നിർബന്ധമില്ല ടൊയോട്ടയിൽ. ബാക്കിയുള്ള വണ്ടികളിലൊക്കെ ചിലപ്പോൾ മേ ബി നമ്മൾ ഇത് മാറ്റുമ്പോൾ അതും കൂടെ മാറ്റിയാൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ വണ്ടി ഒറിജിനൽ ഇപ്പോൾ ഷോക്കാണ് ഇപ്പം മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് മൗണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഷോക്ക് മൗണ്ട് വീക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് മൗണ്ട് മാത്രം മാറ്റിയാൽ മതി. ഷോക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ചിലപ്പോൾ അത് കുറച്ചുകൂടെ ലൈഫ് കിട്ടും. അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ ഉണ്ട് നമ്മുടെ ടൊയോട്ടയുടെ വണ്ടികൾക്ക്. ഏതാണോ പോയത് അത് മാത്രം മാറ്റിയാൽ മതി, അല്ലാതെ അതിന് സംബന്ധമായിട്ടുള്ളത് വേറെ എന്തെങ്കിലും മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെന്താണ് നമ്മൾ ഇപ്പോൾ ക്ലച്ച് മാറ്റണം. ക്ലച്ച് മാറ്റുമ്പോൾ ചെറിയൊരു സാധനം ഇപ്പോൾ നമ്മൾ 10,000 രൂപേൻ്റെ ക്ലച്ച് മാറ്റുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്ലൈ വീൽ ബെയറിംഗ് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് കൂടുതൽ അഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു സാധനം മാത്രം മാറ്റി. ഇതിപ്പോൾ ബ്രേക്ക് ബൂസ്റ്റിന് 6,000 ചില്ലാണ്ട് വരുന്നുണ്ട്, അതുപോലെ ബ്രേക്ക് എംസിക്കും 6 ചില്ലറ വരുന്നുണ്ട്. അതിന് നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുമില്ല. ഇപ്പോൾ വണ്ടി ബ്രേക്കിങ്ങും പക്കയാണ്, ഓടിക്കാനും എല്ലാ കാര്യങ്ങളും പക്ക തന്നെയാണ്. വേറെ ബ്രേക്ക് പരമായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ മാറ്റിയത് ബ്രേക്ക് ബൂസ്റ്റർ നമ്മൾ ഒറിജിനൽ MRP വരുമ്പോൾ 6,815 രൂപയോളം നമുക്ക് റേറ്റ് വരുന്നുണ്ട് ബ്രേക്ക് ബൂസ്റ്റർ. ഇതാണ് ബൂസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളിലാണ് കംപ്ലയിൻറ്റ് വരുന്നത്, മനസ്സിലായ? ഇതിൻ്റെ ഉള്ളിലൊരു ഡയഫ്രം വരും. ആ ഡയഫ്രത്തിലാണ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ആ എയറിലേക്ക് വന്നിട്ട് നമുക്ക് ആ ബ്രേക്കിംഗ് കറക്റ്റ് എഫിഷ്യൻസി കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളിപ്പോൾ മാറ്റിയത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈപ്പർ ലിങ്കേജ്, അതും ഒറിജിനൽ ടൊയോട്ടയുടെ തന്നെ വൈപ്പർ ലിങ്കേജ് മാറ്റിയിട്ടുണ്ട്. അത് 3,608 രൂപ റേറ്റ് വരുന്നുണ്ട് ഒറിജിനൽ പാർട്സിന്. അപ്പോൾ നമുക്ക് ഈ ടൊയോട്ടയുടെ ഒറിജിനൽ എല്ലാം പുറത്ത് കിട്ടാൻ തുടങ്ങിയുണ്ട്. നമുക്ക് വർക്കുകൾ എളുപ്പമാണ്, അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ നമുക്ക് പണിത് കൊടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈ വൈപ്പർ ലിങ്കേജ് നമ്മൾ നോർമൽ ബ്രാൻഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു 2,000 രൂപ 1,700 രൂപ ആ റേഞ്ച് വരുള്ളൂ ലോക്കൽ വരികയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിൻ്റെ വർക്കിംഗ് പക്കയായിരിക്കില്ല. കടാന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും കിടന്ന് അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ഒറിജിനൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടിയും ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഷോറൂം ക്വാളിറ്റിയിൽ നമുക്ക് പണിത് കൊടുക്കാൻ പറ്റും. നമുക്ക് പണിയാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആ പാർട്സിന് ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയായിട്ട് നമുക്ക് പണിത് കൊടുക്കാൻ പറ്റും. അത് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.